15 അസറ്റ്സ് ദാറ്റ് വിൽ മേക്ക് യു റിച്ച്. ആരോ ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വെൽത്തിയായ ആളുകളുടെ പണം മൊത്തം എടുത്ത് അത് എല്ലാവർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ആ പണം തിരികെ അവരുടെ പോക്കറ്റിൽ തന്നെ എത്തുമെന്ന്. ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. റോബർട്ട് കിയോസാക്കിയുടെ അഭിപ്രായത്തിൽ ആരാണോ അവരുടെ നോർമൽ ഇൻകം വെച്ച് അസറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവർക്കായിരിക്കും ജീവിതത്തിൽ വെൽത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. റിച്ചായവരെ വീണ്ടും റിച്ച് ആക്കുന്ന 15 അസറ്റ്സ് ഉണ്ട്. ആൻഡ് ഇന്ന് അങ്ങനെയുള്ള അസറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ. അസറ്റ് 1, ക്യാഷ്. ബാങ്കിലുള്ള നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. ആ കിട്ടുന്ന ചെറിയ ഇൻട്രസ്റ്റ് മാർക്കറ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ലായിരിക്കാം. എന്നാലും ക്യാഷ് എന്ന് പറയുന്നത് ഇന്നും എല്ലാവരുടെയും ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് അറൗണ്ട് 2.1 lakh crores ക്യാഷ് റിസർവ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ ടാറ്റ മോട്ടോഴ്സ് എല്ലാ വർഷവും അറൗണ്ട് 60,000 crore ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലെജൻഡറി ഇൻവെസ്റ്ററായ വാരൻ ബഫറ്റും തൻ്റെ റിസർവ് ആയ ഏകദേശം $277 billion മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ ക്യാഷ് റിസർവ് ചെയ്യാനുള്ള 2 മെയിൻ റീസൺസ് ഉണ്ട്. ഒന്ന്, ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. വെൽത്തിയായ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് പല അവസരങ്ങളും ഇങ്ങനെ നമ്മളെ ചുറ്റി നിൽക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയമാണോ റൈറ്റായി നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി റെഡിയാക്കി വെക്കണം എന്നാണ്. 2, ടു ഏൺ ഹൈ ഇൻട്രസ്റ്റ്. ക്യാഷ് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഡീൽ സൈൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ പലരും അവരുടെ കയ്യിലുള്ള പണം മറ്റുള്ളവർക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാറുമുണ്ട്. അതിൽ നിന്ന് വർഷത്തിൽ ഒരു ഫിക്സഡ് ഇൻകം അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ബി റെഡി വിത്ത് ദ ക്യാഷ്. അസറ്റ് 2, റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിനെ അസറ്റ് എന്ന് പറയാനും 2 മെയിൻ കാരണങ്ങളുണ്ട്. ഒന്ന്, റെൻറ്റ് പേയ്മെൻറ്റ്. ഈ കാലത്ത് വീട് അല്ലെങ്കിൽ റൂംസ് എന്ന് പറയുന്നത് വെറും സ്റ്റേ ചെയ്യാനുള്ള കാര്യമായിട്ടല്ല ആളുകൾ കാണുന്നത്. മറിച്ച് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ, എഡ്യൂക്കേഷൻ സെൻ്ററായി മാറ്റാൻ, പേയിങ് ഗസ്റ്റായി യൂസ് ചെയ്യാൻ, ഈവൻ ചെറിയ ബിസിനസ് റൺ ചെയ്യാനും അത് യൂസ് ചെയ്യും. നിങ്ങൾ സ്മാർട്ടാണെങ്കിൽ പൊട്ടൻഷ്യലുള്ള പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജാണ് അപ്രിസിയേഷൻ. നമ്മുടെ പോപ്പുലേഷൻ കൂടുന്ന അതേ സ്പീഡിലാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ഉയരുന്നത്. എത്രത്തോളം ആളുകളുണ്ടോ അത്രത്തോളം അവർക്ക് നിൽക്കാനുള്ള സ്ഥലവും വേണ്ടിവരും. ഈവൻ പ്രോപ്പർട്ടിയുടെ പ്രൈസ് പോലും ഇപ്പോൾ വളരെയധികം ഡിമാൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും 10 to 15% റേറ്റിൽ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് കാര്യമെടുത്താൽ ഓഫീസ് ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ഓപ്ഷനാണ്. അതായത് ആളുകൾ വന്ന് ജോലി ചെയ്ത് പോകുന്നതിന് നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം കിട്ടും. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. അതായത് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് സെല്ല് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് റെൻറ്റ് തരുന്ന ഓപ്ഷൻ. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് ഫാമിംഗ് തുടങ്ങാം, അല്ലെങ്കിൽ സ്കൂൾ, കോളേജ് പോലെയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇവരൊന്നും ചെയ്യാതെ ലാൻഡ് അങ്ങനെ തന്നെ ഇരുന്നാലും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അസറ്റ് 3, ബോൺസ്. ഗവൺമെൻറ് അല്ലെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യം വരുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയ ഇൻവെസ്റ്റേഴ്സിന് ബോൺസ് ഇഷ്യൂ ചെയ്യും. ഈ ബോണ്ടിന് പകരം ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് കമ്പനീസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടെ എല്ലാ മാസവും ഒരു സർട്ടൺ എമൗണ്ട് പേ ചെയ്യാനുള്ള ഡീൽ സൈൻ ചെയ്യും. ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊരു ഇൻവെസ്റ്ററിനും ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റായി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം അതിൽ ഡയറക്റ്റ് ഗവൺമെൻറ് ഡീലിങ്സ് ഉണ്ട്. ലോങ് ടേം സേഫ് റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. മിനിമം 10,000 മുതൽ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് 6 മുതൽ 8% റിട്ടേൺസ് തരുന്നുണ്ട്. അതേസമയം കോർപ്പറേറ്റ് ബോണ്ട് ഏകദേശം 8 മുതൽ 12% റിട്ടേൺസാണ് പ്രോമിസ് ചെയ്യുന്നത്. എന്നാൽ ഗവൺമെൻറ് ബോണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടാതെ ചില ടാക്സ് സേവിംഗ് ബോൺസും നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അസറ്റ് 4, സ്റ്റോക്സ്. ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ഹൈ പൊസിഷനിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസറ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. എവിടെയാണോ നിങ്ങൾ സ്റ്റോക്സ് വാങ്ങിയിരിക്കുന്നത് അവരുടെ ബിസിനസ് ഗ്രോ ആവുന്നതിനൊപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് 2 മെയിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഡിവിഡൻഡ്. പല കമ്പനീസും അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ചെറിയ പെർസെൻറ്റേജ് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാറുണ്ട്.
ഇത് ഫിക്സഡ് ഇൻകമിൻ്റെ ഒരു വലിയ സോഴ്സ് തന്നെയാണ്. ഉദാഹരണത്തിന് വാരൻ ബഫറ്റിന് എല്ലാ ആഴ്ചയും അപ്രോക്സിമേറ്റ്ലി $47 മില്യൺ ഡിവിഡൻഡായി കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം സ്റ്റോക്ക് അപ്രിസിയേഷനാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ബോൾഡ് മൂവ് എന്ന് പറയുന്നത് ഗ്രോവിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ മൂവ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ 10,000-ത്തെ 1 ലക്ഷം, 5 ലക്ഷം, ഈവൻ 50 ലക്ഷം ആക്കി വരെ മാറ്റാം. അസറ്റ് 5 മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻഡെക്സ് ഫണ്ട്. ടോപ്പ് 50 അല്ലെങ്കിൽ 30 കമ്പനീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. സെൻസെക്സ് അതേപോലെ നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇന്ത്യയുടെ മേജർ ഇൻഡെക്സസ് ആണ്. അതേഴ്സ് പീപ്പിൾ ടൈം, അതായത് OPT എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്താൽ വെൽത്തി ആവാൻ പറ്റും എന്ന് അറിയുന്നവരാണ് റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ SIP ത്രൂ നിങ്ങൾക്കൊരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ സാലറി 25,000 ആണെങ്കിൽ എല്ലാ മാസവും അതിൽ നിന്ന് 6,000 ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SIP കാൽക്കുലേറ്റർ അനുസരിച്ച് 13% ആനുവൽ റിട്ടേൺ റേറ്റിൽ 25 വർഷം എന്ന പീരീഡ് ആകുമ്പോഴേക്കും അതിൻ്റെ ടോട്ടൽ വാല്യൂ വന്നിട്ട് 1,36,28,610 ആവും. അസറ്റ് 6 എക്യുപ്മെൻറ്റ്സ്. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു പാസീവ് ഇൻകം സോഴ്സാണ്. ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത DSLR ക്യാമറ നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. ഒന്നും ചെയ്യാതെ ഒരു മൂലയിലിരിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വല്ല ക്ലബ്ബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റെൻറ്റിന് കൊടുത്താൽ ഇൻകം ഏൺ ചെയ്യാം. ഈവൻ എക്സ്ട്രാ ബൈക്ക് അല്ലെങ്കിൽ കാർ എല്ലാം റെൻറ്റിന് അറ്റാച്ച് ചെയ്തും പാസീവ് ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അസറ്റ് 7 പേറ്റൻസ്. പേറ്റൻ്റ് എന്ന് പറയുന്നത് വളരെ അണ്ടർറേറ്റഡ് ആയതും എന്നാൽ അത്ര തന്നെ അമേസിംഗ് ആയ ഒരു അസറ്റുമാണ്. അതായത് എപ്പോഴൊക്കെ നിങ്ങളൊരു പുതിയ കാര്യം ഇൻവെൻറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി നിങ്ങൾക്ക് പേറ്റൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഈ ഡോക്യുമെൻ്റ് നിങ്ങളെ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻവെൻറ്ററായി പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് ഓർ ഇൻവെൻഷൻ ഉപയോഗിക്കുന്നത് അവർക്ക് അതിൻ്റേതായ ഫീസ് നിങ്ങൾക്ക് തരേണ്ടി വരും. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരായി കേസ് ഫയൽ ചെയ്യാനും പറ്റും. അസറ്റ് 8 ട്രേഡ് മാർക്ക്. എങ്ങനെയാണോ പേറ്റൻറ്റ് നിങ്ങളുടെ ഇൻവെൻഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ട്രേഡ് മാർക്ക് നിങ്ങളുടെ വേർഡ്സ്, സിംബൽസ്, സൈൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് സ്കാംസിൻ്റെ ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ട്സ്, ബ്രാൻഡ് ആൻഡ് ലോഗോ എല്ലാം കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഉദാഹരണത്തിന് അമൂൽ എന്ന ഫേമസ് ബ്രാൻഡിൻ്റെ ട്രേഡ് മാർക്ക് ഫ്രേസാണ് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ ഒരൊറ്റ കാര്യം തന്നെ അമൂൽ എന്ന ബ്രാൻഡിന് പല ഫിനാൻഷ്യൽ ഗെയിൻസും ഉണ്ടാക്കി തന്നു. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഓർ എൻറ്റിറ്റി ഈ ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അമൂലിന് അതിൻ്റേതായ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അസറ്റ് 9 ബ്രാൻഡ് ആൻഡ് ഗുഡ്വിൽ. ബ്രാൻഡ് എന്ന് പറയുന്നത് പ്രീമിയം കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ്. ആളുകൾ ഒരു സ്പെസിഫിക് ആയ ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രീമിയം ഫീലിംഗ് ആയിരിക്കും. അതായത് ബ്രാൻഡിൻ്റെ പവർ എന്ന് പറയുന്നത്, അതേസമയം ഗുഡ്വിൽ എന്ന് പറയുന്നത് കസ്റ്റമർ എത്രത്തോളം ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് വേണ്ടി എക്സൈറ്റഡ് ആവുന്നു എന്ന് അളക്കുന്നതാണ്. ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ കമ്പനിക്ക് കുറേ എഫേർട്ട്, സമയം, പണം എല്ലാം ആവശ്യം വരും. എന്നാൽ ഗുഡ്വിൽ ക്രിയേറ്റ് ആവുന്നത് ഇമേജ് ഉണ്ടാവുമ്പോഴാണ്. ഈ രണ്ട് കാര്യങ്ങളും ലിങ്ക്ഡ് ആണ്. വെറും ഗുഡ്വില്ലിൻ്റെ പേരിൽ മാത്രം ബാങ്ക്രപ്സിയിൽ നിന്ന് രക്ഷപ്പെട്ട പല കമ്പനീസും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതേപോലെ വെറും ബ്രാൻഡ് നെയിം കൊണ്ടും പ്രോഫിറ്റ് സ്കെയിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന കമ്പനീസിൻ്റെ എക്സാമ്പിൾസും ഉണ്ട്. അസറ്റ് 10 പീപ്പിൾ. നമ്മളിൽ പലർക്കും ആളുകളുടെ റിയൽ വാല്യൂ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ഇല്ലാതെ വരുമ്പോഴാണ് അവരുടെ റിയൽ വാല്യൂ എന്തായിരുന്നു എന്ന് നമുക്ക് ക്ലിക്കാവുന്നത്. നമ്മൾ ആദ്യം കണ്ട ബ്രാൻഡ് നെയിം, ഗുഡ്വിൽ ഇതെല്ലാം കമ്പനിയുടെ ഗ്രോത്തിന് കണക്റ്റഡ് ആയ കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഏതൊക്കെയോ ആളുകളാണ്, അതായത് പീപ്പിൾ. അത്രയും സ്റ്റേജസ് ക്രോസ് ചെയ്തിട്ടാണ് അവർ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന സക്സസ്ഫുൾ കമ്പനീസിൻ്റെ റിയൽ സക്സസ് റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൻ്റെ എംപ്ലോയീസ് ആൻഡ് ടീമാണ് അതിൻ്റെ ശരിക്കുമുള്ള റീസൺ. സോ ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ഹു ക്യാൻ ബി എ വാല്യുബിൾ അസറ്റ് ഫോർ യു. അസറ്റ് 11 റോ മെറ്റീരിയൽ ആൻഡ് കമ്മോഡിറ്റീസ്. നന്നായി ജീവിക്കാൻ, നല്ല ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് കമ്മോഡിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. ഈവൻ കോവിഡ് സമയത്തെ ഉദാഹരണം തന്നെ എടുത്താൽ നമ്മൾ സാനിറ്റൈസർ, മാസ്ക് എല്ലാം പറയുന്ന പ്രൈസിനാണ് വാങ്ങിച്ചിരുന്നത്. വെൽത്തിയായ ആളുകൾക്ക് കമ്മോഡിറ്റിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഗോൾഡ്, അലുമിനിയം, സ്റ്റീൽ പോലെയുള്ള പല കമ്മോഡിറ്റീസിലും ഹൈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റോബർട്ട് കിയോസാക്കിയും ഈ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. ഇതിൽ ഗോൾഡ് എന്ന് പറയുന്നത് അത്രയ്ക്കും ലൈഫ് ചേഞ്ചിങ് ആൻഡ് പ്രഷ്യസ് ആയ ഒരു കമ്മോഡിറ്റി തന്നെയാണ്. സോ ഈ കാലത്ത് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം കമ്മോഡിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻ ആയിരിക്കും. അസറ്റ് 12 ബുക്സ്, സോങ്സ്,
ഡിജിറ്റൽ കോഴ്സസ്, ഇൻഫർമേഷൻ ആൻഡ് കണ്ടന്റ്. ഇത് ഡിജിറ്റൽ വേൾഡാണ്. അതുകൊണ്ട് തന്നെ ഓഡിയോ ബുക്സ്, ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, കോഴ്സസ്, സോങ്സ് പോലെയുള്ള ഡിജിറ്റൽ അസറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വാല്യുബിളായ അസറ്റ്സ് ആയിരിക്കും. ബുക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് നല്ല റൈറ്റിംഗ് ടൂൾസാണ്. അത് വെച്ച് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റ്, ബുക്ക് പബ്ലിഷിംഗ് എല്ലാം ചെയ്ത് അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് റൈറ്റ് മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് മാക്സിമം ഓഡിയൻസിൽ റീച്ച് ആക്കണം. അതേപോലെയാണ് സോങ് റെക്കോർഡിംഗ് ചെയ്ത് സ്കെയിൽ ആവുന്നതും. അസറ്റ് 3 റോയൽറ്റീസ്. ഈ കാര്യം സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊരു ബുക്ക് എഴുതി അത് ആ ടൈമിലുള്ള ബെസ്റ്റ് സെല്ലറായി മാറി. അപ്പോഴാണ് ഒരു മൂവി സ്റ്റുഡിയോയിന് നിങ്ങളുടെ ബുക്കിൻ്റെ റൈറ്റ്സ് വേണ്ടത്. അതിന് പകരമായി അവർ നിങ്ങൾക്ക് കളക്ഷൻ ഷെയറും ഓഫർ ചെയ്തിട്ടുണ്ട്. ഭാവിയിലുള്ള എല്ലാ മെർക്കൻഡൈസും പ്രൊഡക്ട്സിൻ്റെ ഷെയർ പ്രൈസും നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല റോയൽറ്റിയിൽ വരുന്നൊരു ടേം ഉണ്ട്, സിൻഡിക്കേഷൻ. ഒരു TV ഷോ വളരെ പോപ്പുലറായി കഴിഞ്ഞാൽ പല ബ്രോഡ്കാസ്റ്റേഴ്സും അതിൻ്റെ റൈറ്റ്സ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. സോ എത്രത്തോളം ആ ഷോ റൺ ആവുന്നോ അത്രത്തോളം അതിൻ്റെ ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റും. അസറ്റ് 4 യുണീക്ക് റൈറ്റ്സ്. ഇന്ത്യയിലുള്ള ചില സ്പെസിഫിക് സ്ഥലത്തിലുള്ള ആളുകൾക്ക് ചില കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓർ GIs എന്ന് പറയും. ഇത് നിങ്ങൾക്ക് വലിയൊരു അസറ്റായി മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഡാർജിലിംഗിലുള്ള ടീ പ്രൊഡക്ഷൻ. ഇവിടെയുള്ള ടീ യുണീക്ക് അരോമ ആൻഡ് ഫ്ലേവർ ഉള്ളതാണ് എന്നൊരു ലേബൽ വന്നിട്ടുണ്ട്. അവിടെയുള്ള ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും സോയിൽ ക്വാളിറ്റിയും ഇതിൽ വലിയൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ യുണീക്ക് റൈറ്റ്സിൻ്റെ കാരണം തന്നെയാണ് ഡാർജിലിംഗ് ടീ വർഷത്തിൽ ഏകദേശം 300 മുതൽ 400 കോടി ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്നത്. അസറ്റ് 15 ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് പ്രൊപ്രൈറ്ററി ബിസിനസ് മോഡൽ. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യമായി ഒരു ഇന്നോവേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള ബിസിനസ് ബിൽഡ് ചെയ്താൽ നിങ്ങൾ സോൾ ഓണർ എന്ന പൊസിഷനിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജും ഉണ്ടാവും. അതേപോലെ പുതിയ ബിസിനസ് മോഡലാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കോമ്പറ്റിറ്റീവ് എഡ്ജ് തരുന്നത്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റായി എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നിങ്ങളുടെ ബ്രാൻഡ് നെയിം, ലോയൽറ്റി എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവും. സോ നിങ്ങളും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജും യുണീക്ക് ബിസിനസ് മോഡലിൻ്റെ കാര്യവും സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇനിയും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. താങ്ക് യു.